മലപ്പുറത്ത് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടത്തിയ NIA 19 ഇടങ്ങളിലാണ് പരിശോധന നടന്നത്. റെയ്ഡിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തു. സ്നേഹമോൾ നയനാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്നേഹ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ NIA ഇടപെടുന്നു. NIAയുടെ പരിശോധന അതും വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് പരിശോധനയുടെ വിശദാംശങ്ങൾ? പൂജ, കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് തലപ്പുറ റോഡിലുള്ള ഫർഹ ഹോൾഡെക്സ് കമ്പനിയുടെ കോമ്പൗണ്ടിൽ ഒരു ലോറി പാർക്ക് ചെയ്തിരുന്നു. ഈ ലോറി പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ, ജലാറ്റിൻ സ്റ്റിക്ക് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്. കൃത്യമായി പറയുകയാണെങ്കിൽ 448 ബോക്സുകളിലായി 89,600 ജലാറ്റിൻ സ്റ്റിക്കുകളും 35 ബോക്സുകളിലായി 10,000-ലധികം നോൺ ഇലക്ട്രിക് സ്ഫോടക വസ്തുക്കളും അടക്കം ഉൾപ്പെട്ടിരുന്നു എന്ന് അന്ന് കണ്ടെത്തിയിരുന്നു. അന്ന് പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണമൊക്കെ ആരംഭിച്ചതാണ്. ഈ കേസാണ് NIA കൊച്ചി യൂണിറ്റ് അന്വേഷിക്കുന്നത്. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കേരളം, അതോടൊപ്പം തന്നെ തമിഴ്നാട്, കർണാടക തുടങ്ങി 3 സംസ്ഥാനങ്ങളിലായി 19 ഇടത്ത് റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിലാണ് ജലാറ്റിൻ സ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള ലൈസൻസ് ഇല്ലാത്ത അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന വസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ NIA കണ്ടെടുത്തത്. ഈ കേസിനെ NIA പറയുന്നത് ദേശീയ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു സംഭവം എന്നതാണ്. ഇതുവരെ 6 പേരാണ് ഈ സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. അനധികൃതമായാണ് ഇത്തരത്തിലുള്ള ലൈസൻസ് ഇല്ലാതെയാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നത് എന്ന തരത്തിലുള്ള ഡിജിറ്റൽ രേഖകൾ അടക്കം തെളിവുകളായി NIAക്ക് ലഭിച്ചിട്ടുണ്ട്. പൂജ, ശരി. സ്നേഹമോൾ നയനാനാണ് വിവരങ്ങൾ നൽകിയത്.